യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മഞ്ചടി വന്നിട്ടുണ്ടല്ലോ. മോൾക്കിന്ന് കോളേജിലായിരുന്നു മോളെ? കോളേജൊക്കെ ഉണ്ട്. ഞാൻ പെർമിഷൻ എടുത്ത് അച്ഛനെ കാണാൻ വന്നതാ. എന്തു പറ്റി പെട്ടെന്ന് അച്ഛനെ കാണണമെന്നൊക്കെ തോന്നാൻ? മോൾ അച്ഛനെ വല്ല സ്വപ്നം കണ്ടോ? ഇല്ല, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ കേട്ടു. അത് സത്യമാണോ അല്ലയോ എന്ന് അച്ഛൻ പറയണം. എന്ത് കാര്യങ്ങളാ നീ കേട്ടത്? എന്താണെങ്കിലും നിനക്ക് അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. വെറുതെ നിന്റെ ക്ലാസ്സും ഒഴിവാക്കി ഇത്രയും ദൂരം വരണമായിരുന്നു. എനിക്കതൊക്കെ അച്ഛൻ്റെ അടുത്ത് നേരിട്ട് അറിയണമെന്ന് തോന്നി. നീ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ മഞ്ചാടി. ഇവൾ എന്തൊക്കെയോ ടെൻഷനായിട്ടാ വന്നിരിക്കുന്നത്. അതാ ഇങ്ങനെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ മോളെ? ഇപ്പൊ ഒന്നും വേണ്ട. അച്ഛാ, രഘുവേട്ടൻ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? എങ്ങനെ ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചാ കൊടുക്കാനുള്ള പണം കൊടുത്ത് വാദിഭാഗത്തെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ച് ദാസവനെ ഇറക്കിക്കൊണ്ടുവരായിരുന്നു. ആ പണം അച്ഛനാണോ ദാസങ്ങളിന് കൊടുത്തത്? അല്ല, ഈ വീട് വിൽക്കാതെ എനിക്ക് എവിടെ നിന്ന് നമ്മളെ അത്രയും പണം? ദാസം സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അതാണ് രഘു അത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ അവൻ എവിടെ നിന്നൊക്കെയോ 15 ലക്ഷം ഉണ്ടാക്കി കൊടുക്കായിരുന്നു. എവിടെന്നാന്ന് അച്ഛൻ ചോദിച്ചില്ലേ? നീ എന്താ മഞ്ചാടി അച്ഛനെ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അവള് ചോദിക്കട്ടെ അനു. എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഇവളീ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. മോളെ, ദാസ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതെങ്ങനെ ചെയ്തു, എവിടുന്ന് കിട്ടിയെന്നൊന്നും ഞാൻ ചോദിക്കാറില്ല മോളെ. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. പിന്നെ അവന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഈ 15 ലക്ഷം എവിടുന്നെങ്കിലും കടം വാങ്ങിയതാവാനാണ് സാധ്യത. അത് ഈ വീട് വിറ്റ് പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുക്കും. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം അച്ഛാ. രഘുവേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ദാസങ്ങൾ പണം വാങ്ങിയത് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഗോകുലിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാ, ആ സച്ചി സാറിന്റെ കയ്യിൽ നിന്ന്. അച്ഛന്റെ മകളെ മാനം കെടുത്താൻ നോക്കി ഒരുത്തന്റെ അച്ഛന്റെ പണം വാങ്ങി അച്ഛന്റെ മരുമകനെ ജയിലിൽ നിന്ന് ഇറക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അച്ഛാ? ഇത് എന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ടാവരുതേ എന്ന പ്രാർത്ഥനയില ഞാൻ വന്നത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ അച്ഛൻ. നിന്റെ അച്ഛൻ അനന്തമാഷാണെങ്കിൽ അയാളിത് അറിഞ്ഞിട്ടില്ല. എന്റെ മരുമകൻ ജയിലിൽ കിടന്ന് നരകിച്ചാലും അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു നെറുകേട് ഞാൻ ചെയ്യില്ല.